ആൻഡ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അടുമാ മിസ് ആണ് കേട്ടോ. അപ്പൊ USS എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനിലായിരിക്കും. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് 7th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പഠിക്കുന്ന കൂട്ടത്തിൽ അല്ലെ കുറച്ച് ചെറിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ സേഫ് ഫുഡ് നിങ്ങൾ വിട്ട് കളയാൻ സാധ്യതയുണ്ട്. പക്ഷെ മക്കളെ, സേഫ് ഫുഡ് എന്നുള്ള ചാപ്റ്ററിന്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ അടുത്ത വാർത്തകളിലൊക്കെ തന്നെ അല്ലെ ഫുഡ് പോയിസണിങ് ആയിട്ട് ആളുകൾ മരിക്കുന്ന വാർത്തയെക്കുറിച്ചും ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങൾ പിടിക്കുന്നതിനെ കുറിച്ചും ഒക്കെ നിരവധി ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ സേഫ് ഫുഡ് എന്നുള്ള ചാപ്റ്ററിലേത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ എപ്പോഴും മത്സര പരീക്ഷകളിൽ അപ്പോഴത്തെ ഒരു റിലവന്റ് ടോപ്പിക് എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അവർ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ നമുക്ക് സേഫ് ഫുഡ് എന്നുള്ള ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. സേഫ് ഫുഡ് എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് അല്ലെ നിങ്ങൾ എല്ലാവരും പഠിച്ചതുപോലെ തന്നെ പാസ്ചറൈസേഷൻ ആണ്. പാസ്ചറൈസേഷനെ കുറിച്ച് പൊതുവെ എന്തൊക്കെയാണ് ചോദിക്കാറ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെ, ആരാണ് പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത് അല്ലെ? പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത് ആരാണെന്നുള്ളതാണ്. ഉത്തരം മറന്നു പോവേണ്ട. ലൂയി പാസ്ചർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഞാൻ ഇവിടെ പേപ്പട്ടി വിഷബാധ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. അതായത് പേപ്പട്ടി വിഷബാധയ്ക്കുള്ള വാക്സിൻ കണ്ടുപിടിച്ചതും ലൂയി പാസ്ചർ തന്നെയാണ്. അപ്പൊ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ലൂയി പാസ്ചർ. അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കും അല്ലെ, ഇപ്പം പൊതുവെ മത്സര പരീക്ഷകളിൽ നമ്മൾ വൺ വേർഡ് ചോദിക്കുന്നതിന് പകരം അല്ലെ സ്റ്റേറ്റ്മെന്റുകളും ചോദിക്കാറുണ്ട്. അതായത് ഒരു ടോപ്പിക് പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ നോക്കിക്കേ, പാസ്ചറൈസേഷൻ ഈസ് എ മെത്തേഡ് ടു പ്രിവെന്റ് സ്പോയിലേജ് ഓഫ് മിൽക്ക്. Heat milk to 70 degree for 30 seconds and cool it to 10 degree Celsius immediately. അപ്പൊ പെട്ടെന്ന് ഉണ്ടാവുന്ന ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ ഫലമായിട്ടാണ് ഈ പാലിനകത്തുള്ള മൈക്രോ ഓർഗാനിസം ചത്തുപോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കണേ, ഇവിടെ ഒരു പോയിന്റ് വളരെ സ്പെസിഫിക് ആയിട്ട് അവര് പറയുന്നുണ്ട്. വൈൻ ആൻഡ് ഫ്രൂട്ട് ജ്യൂസസ് ആർ ഓൾസോ പ്രിസർവ്ഡ് ബൈ പാസ്ചറൈസേഷൻ. അപ്പൊ ഞാൻ എന്തിനാണ് ഇത് നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: സെലക്ട് ദ കറക്റ്റ് വൺസ് റിലേറ്റഡ് ടു പാസ്ചറൈസേഷൻ. അപ്പൊ മിസ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് ഈസ് ഹീറ്റഡ് അറ്റ് 70 degree Celsius ഫോർ 30 seconds ആൻഡ് ദെൻ കൂൾഡ് റാപ്പിഡ്ലി ടു 10 degree. അപ്പൊ നമ്മൾ എന്താണ് പാസ്ചറൈസേഷൻ അറിയാത്ത ഒരാൾക്ക് അല്ലെ ചിലപ്പോ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെ മിൽക്കിനെ നമ്മൾ 70 degree Celsiusൽ 30 സെക്കൻഡ് നേരം ചൂടാക്കും. എന്നിട്ട് വേഗം എന്ത് ചെയ്യും, 10 സെക്കൻഡിലേക്ക് തണുപ്പിക്കും. കറക്റ്റ് ആണ്. ഡ്യൂ ടു ദിസ് ടെമ്പറേച്ചർ ചേഞ്ച് ടെൽ മെംബ്രെയിൻ ഓഫ് ദ മിൽക്ക് മൈക്രോ ഓർഗാനിസംസ് റപ്ചേഴ്സ് ആൻഡ് ദേ ആർ ഡിസ്ട്രോയ്ഡ്. അതും ശരി തന്നെയല്ലേ? കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. യെസ്, ഇതും ശരി തന്നെയാണ്. അപ്പൊ എന്താണ്, ടെമ്പറേച്ചർ താപ വ്യത്യാസത്തിലുള്ള ഈ ഒരു വ്യതിയാനം മൂലമാണ് മൈക്രോ ഓർഗാനിസത്തിന് അത് സർവൈവ് ചെയ്യാൻ പറ്റൂല, അവര് ചത്തുപോകും. ഇനി സി ആയിരിക്കും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളത് അല്ലെ. ദ ആക്ഷൻ ഈസ് ഓൾസോ പ്രസന്റ് ഇൻ വൈൻ ആൻഡ് ഫ്രൂട്ട് ജ്യൂസ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ പോയിന്റും നമ്മൾ എപ്പോഴും ഓർക്കും എന്താ, മിൽക്കിനെ കുറിച്ചല്ലേ ഇത് പറഞ്ഞത്, അപ്പൊ മിൽക്കിന് മാത്രമേ ബാധകമാവുള്ളൂ നിങ്ങൾ അങ്ങ് വിചാരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എയും അങ്ങാനും ബിയും അങ്ങാനും ശരിയാണെന്ന് വിചാരിക്കും, സി തെറ്റാന്ന് വിചാരിക്കും. അപ്പൊ ഈ ഓപ്ഷൻ കുറച്ചുകൂടെ സേഫ് ആണ് അല്ലെ. എ ബി സി ആർ കറക്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി അതേ സമയം അല്ലെ അവരെന്ത് ചെയ്തു, ഓൺലി എ ഈസ് കറക്റ്റ് എന്ന് മറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ നമ്മൾ വീണ്ടും കൺഫ്യൂഷൻ ആയി പോയില്ലേ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്ത് ചെയ്യുന്നത്, ഇതെന്താണ്, ഇതും എന്താ ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ക്ലിയർ ആണോ? അപ്പൊ ഏതാ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. എല്ലാം എന്ത് തന്നെയാണ്, കറക്റ്റ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ നിങ്ങൾ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഇതെന്താണ്, പ്രിസർവേറ്റീവ് എന്നുള്ള ഭാഗത്താണ് അല്ലെ. എന്തായിരുന്നു പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. അപ്പൊ നിങ്ങളോട് ചോദിച്ചത് വാട്ട് ആർ ദ നാച്ചുറൽ വേസ് ടു പ്രിസർവ് ഫുഡ്. നാച്ചുറലും ഉണ്ട് ആർട്ടിഫിഷ്യലും ഉണ്ട് അല്ലെ. അതായത് പ്രകൃതിദത്തമായ വഴികളും ഉണ്ട്, കൃത്രിമമായിട്ട് നമ്മൾ പ്രിസർവേറ്റീവ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങളോട് നാച്ചുറൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാൾട്ട് ആൻഡ് ഷുഗർ, ടൈയിങ്, പാസ്ചറൈസേഷൻ, സ്റ്റെറിലൈസേഷൻ അല്ലെ. അപ്പൊ സാൾട്ട് ആൻഡ് ഷുഗർ ആണല്ലോ ശരിയായിട്ടുള്ള ഉത്തരം. നോക്കിക്കേ, കാരണം എന്താ, പഞ്ചസാരയും ഉപ്പും അല്ലെ. നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്നുണ്ട്, പഞ്ചസാരയിൽ ഇട്ട് വെക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ എന്താ സത്യത്തില് നാച്ചുറൽ വേസ് ആണ് അല്ലെ. അപ്പൊ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, എ ആണല്ലേ. അപ്പൊ ഇങ്ങനെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ സാധിക്കില്ലേ. സോ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് വരിക. അപ്പൊ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ വിട്ട് കളയേണ്ട ആരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വിഷയം ഓൾ ദ വെരി ബെസ്റ്റ്.